ഹായ്, എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ജ്യൂസോ സ്മൂത്തിയോ ഷേക്കോ ഒന്നുമല്ല. ഇതേ കണ്ടില്ലേ, ഒരു പഴമലുക്ക്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പഴയ കാലത്തെ ആൾക്കാരുണ്ടാക്കിയിരുന്ന നൊങ്ക് സർബത്താണ്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഈ സർബത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ നൊങ്കാണ് എടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, നൊങ്ക് കാണാത്തവർക്ക് വേണ്ടി ഞാൻ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇതാണ് നൊങ്കെന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഇങ്ങനെ ഇളക്കിയെടുക്കും, കരിക്കെടുക്കുന്നത് പോലെ. പക്ഷെ നമ്മളിത് ഇളക്കിയെടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ കാണത്തുള്ളൂ. അപ്പം ഞാൻ ഇനി ഇത് ഇളക്കിയെടുത്തിട്ട് കാണിച്ചു തരാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് പാളയംകോടൻ പഴമാണ്. പാളയംകോടൻ പഴം ഇട്ടാലേ ഇത് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പം ഞാൻ ഇവിടെ ഇരുന്ന ഒരു 5-6 പാളയംകോടൻ പഴം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ച് മിക്സ് ചെയ്തെടുക്കും. ഉടച്ച് മിക്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സിയിലല്ല കേട്ടോ, ഇതുപോലെ ഒരു തവി പോലത്തെ സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇതുപോലെ ഇരിക്കണം. ഇത് കണ്ടോ, ഇതാണ് ഞാൻ ആ തൊണ്ടിൽ നിന്ന് ഇളക്കിയ നൊങ്ക്. ഇത്രേ കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ ഞാൻ കാണിച്ച ആ 3 നൊങ്കാണ് ദേ ഈ ഇരിക്കുന്നത്. ഇത്രേ ഉണ്ടാകത്തുള്ളൂ. ഇനി ഈ സർബത്ത് ഉണ്ടാക്കാൻ 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. അത് ഞാനിപ്പോൾ ഗ്ലാസ്സിലേക്ക് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. ഞാനിവിടെ നന്നാറി സർബത്ത് എടുത്തിട്ടുണ്ട്. ഇത് കടകളിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന സർബത്താണ്. അപ്പം ഇത് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കും. നമുക്ക് എത്രയാണോ മധുരം ആവശ്യം അതിനനുസരിച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഐസ് പൊട്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഐസ് 1-2 സ്പൂണ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് എത്രയാണോ തണുപ്പ് ആവശ്യം അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഉടച്ച് വെച്ചിരിക്കുന്ന പഴമില്ലേ, അത് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കസ്കസ് കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. കസ്കസ് എന്ന് പറയുമ്പോൾ ബേസിൽ സീഡാണ് കേട്ടോ. അത് കുറച്ചെടുത്ത് വെള്ളത്തിൽ 5 മിനിറ്റ് മുമ്പ് കുതിർത്ത് വെച്ചതാണ്. അപ്പം അത് ഞാനിവിടെ 1 സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇനി നമുക്കിതിലേക്ക് ഈ ഇളക്കി വെച്ചിരിക്കുന്ന നൊങ്കുണ്ടല്ലോ, അത് ഇതുപോലെ തന്നെ 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ ഈ ഉടച്ചു വെച്ചിരിക്കുന്ന പഴം ഉണ്ടല്ലോ, അത് കുറച്ച് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് ഞാനിവിടെ പാലും വെള്ളം എടുത്തിട്ടുണ്ട്. പാല് വെള്ളം ചേർത്ത് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തതാണ്. ഇത് ഞാൻ പഞ്ചസാര ഇട്ടിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് കുറേശ്ശെ ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇതിങ്ങനെ ഇരുന്ന് പാലിങ്ങനെ താഴ്ന്നു വന്നോളും. ഇതാണ് നമ്മളുടെ തെരുവുകളിലൊക്കെ കിട്ടിയിരുന്ന സർബത്ത്. ഞാനിത് കുടിച്ചിട്ടുള്ളത് നമ്മളുടെ ഈസ്റ്റ് ഫോർട്ടിന് അടുത്ത് അവിടുത്തെ കടകളിൽ നിന്നാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇത് നമ്മൾ നീളമുള്ള സ്പൂൺ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ടാണ് കുടിക്കുന്നത്.